ദൈവമേ, എന്റെ അർജുന്റെ ജാതകം എങ്ങനെയെങ്കിലും ഒന്ന് ചേർത്ത് വെക്കണേ. അർജുന് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. അവൻ എന്റെ അർജുന. പ്ലീസ് അർജുനെ എനിക്ക് വേണം. പ്ലീസ് 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 ദൈവമേ. സരോജ, അർജുനെ എന്തോ എനിക്ക് ഒരുപാടങ്ങ് ഇഷ്ടമായി. രാവിലെ എത്ര മണിക്ക് വരണമെന്ന് എന്നെ ഫോൺ ചെയ്ത് ചോദിക്കുക. സാധാരണ ഈ വന്ന കാലത്ത് ചെറുപ്പക്കാര് ഇത്ര ഡെഡിക്കേഷൻ ഒന്നും കാണിക്കില്ല. അതുമാത്രമല്ല, ഈ നാട്ടില് എന്നെക്കാണ് വലിയ ബിൽഡേഴ്സ് എത്രയോ പേരുണ്ട്. എങ്കിലും എന്റെ അടുത്ത് ജോലി ചെയ്യാനാ അവന് താല്പര്യം. അവന്റെ പെരുമാറ്റം കണ്ടോ, എന്തൊരു വിനയവും മര്യാദയുമാ. മൂത്തവരെ നന്നായിട്ട് ബഹുമാനിക്കാൻ അറിയാം. സംസാരമാണെങ്കിൽ വളരെ എനർജറ്റിക്കാ. റിയലി ഈസ് എ വണ്ടർഫുൾ പേഴ്സൺ. അതെ അതെ, നീ എല്ലാവരെയും പെട്ടെന്ന് വിശ്വസിക്കും അല്ലേ? ഒരാളെ ഇത്ര പെട്ടെന്ന് വിശ്വസിക്കുന്നത് നല്ലതല്ല. അമ്മേ, ഞാൻ വെറുതെ പെട്ടെന്നൊരാളെ അങ്ങനെ വിശ്വസിക്കില്ല. പക്ഷെ ചിലരെ കാണുമ്പോൾ അങ്ങനെ തോന്നും. അർജുനും അങ്ങനെയാ. ആർക്കായിരുന്നാലും ആദ്യ കാഴ്ച തന്നെ വിശ്വസിക്കാൻ തോന്നിപ്പോവും. അല്ലേ സരോജ? അതെ ഏട്ടാ, എനിക്കും അങ്ങനെയാ തോന്നുന്നത്. അവനെ ആര് കണ്ടാൽ ഉടനെ നമ്മുടെ ഉള്ളിലൊരു വിശ്വാസം തോന്നും. അതിലെല്ലാത്തിലും ഉപരിയായി അവൻ നല്ലൊരു പയ്യനാ. ഇന്ന് നമ്മുടെ അനന്യ സേഫായി വന്നതിനും കാരണം അവനാ. അങ്ങനെ ഒരാളെ എങ്ങനെ വിശ്വസിക്കാതിരിക്കാൻ പറ്റും? പക്ഷെ അവനെ ഇതിനു മുന്നേ എവിടെ കണ്ടതുപോലെ ഒരു തോന്നൽ. എവിടെയാന്ന് മാത്രം ഓർമ്മയില്ല. വേറെ എവിടെ വെച്ച് കാണാനാ സരോജ? അന്ന് നമ്മൾ അമ്പലത്തിൽ വെച്ച് കണ്ടു. നീ അത് മറന്നുപോയി. ഇല്ല ഏട്ടാ, ഞാൻ മറന്നതല്ല. അതിനു മുന്നേ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. അവൻ നമ്മുടെ വീട്ടിൽ വന്നിരുന്നോ? എവിടെയാണെന്ന് ഓർമ്മ വരുന്നില്ല. പക്ഷെ അന്ന് അവനെ അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോൾ മുതൽ അവനെ ഇതിനു മുന്നേ എവിടെ വെച്ച് കണ്ടെന്നാ ഞാൻ ആലോചിക്കുന്നേ. പക്ഷെ എവിടെയാന്ന് മാത്രം അറിയില്ല. അതൊക്കെ വിട്ടുകള സരോജ. പക്ഷേ അവനെ വിശ്വസിക്കാൻ കൊള്ളാം, അത് ഉറപ്പാ. അവനെ കാണുമ്പോ ഞാൻ പോലും അറിയാതെ എന്റെ മനസ്സിലൊരു ആലോചന വന്നു. ഇനി അതൊക്കെ ഭഗവാൻ ശിവന്റെ കയ്യിലാ. അതെന്താ അങ്ങനെ? നമ്മുടെ അനന്യയെ അർജുനെ പോലൊരു പയ്യനെ കണ്ടെത്തി കല്യാണം കഴിപ്പിക്കണം. രണ്ടുപേരും ഒന്ന് നിർത്തുന്നുണ്ടോ? ദത്തെടുത്തിട്ട് ഒരാഴ്ച പോലും ആയിട്ടില്ല, അതിനു മുമ്പേ കല്യാണം ആലോചിക്കുന്നോ? വിക്രം, നീ എന്താ പറയുന്നതെന്നും എന്താ ചെയ്യുന്നതെന്നും നിനക്കൊന്നും അറിയില്ല. ഏട്ടാ, പാവ അമ്മ. നമ്മൾ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലാന്ന് തോന്നുന്നു. സരോജ, അമ്മയുടെ ദേഷ്യം അങ്ങ് പെട്ടെന്ന് മാറും. കുറച്ച് സമയം കഴിയുമ്പോൾ അതൊക്കെ അങ്ങ് ശരിയായിക്കോളും. ആദ്യം നമ്മൾ അനന്യയെ ദത്തെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇതുപോലെ തന്നെയായിരുന്നില്ലേ? അതിനുശേഷം എന്തായി? അനന്യയുടെ കാര്യത്തിൽ അമ്മ സമ്മതം മൂളിയില്ലേ? അതും ശരിയെന്നെ ഏട്ടാ. അങ്ങനെയാണെങ്കിൽ ഏട്ടൻ പറഞ്ഞതുപോലെ അർജുനെ പോലെ ഒരു പയ്യനെ കണ്ടുപിടിച്ച് അനന്യ കല്യാണം കഴിപ്പിക്കണം. അതെന്റെ ആഗ്രഹം. പക്ഷേ അനന്യയോട് കല്യാണക്കാര്യം പറഞ്ഞാൽ അവൾ അതിന് സമ്മതിക്കുമോ എന്തോ. എന്താ സരോജ അങ്ങനെ പറഞ്ഞത്? എന്താന്നറിയില്ല, അനന്യക്ക് അർജുനെ കാണുമ്പോൾ തന്നെ വലിയ ദേഷ്യ. അതിനേക്കാൾ പ്രധാനം അവളുടെ പ്രായത്തിലെ പിള്ളേർക്ക് പയ്യനെ കാണുമ്പോൾ ഒരു അട്രാക്ഷൻ തോന്നണമല്ലോ. അങ്ങനെയൊന്നും ഇപ്പൊ അവൾക്കില്ല. അതുകൊണ്ടാണ് തൽക്കാലം അവളോട് കല്യാണക്കാര്യം സംസാരിക്കണ്ടെന്ന് പറഞ്ഞത്. അർജുനോട് അനന്യയിൽ നിന്നും കുറച്ച് അകലം പാലിക്കാൻ പറയും. ആവശ്യമില്ലാതെ അവളുടെ മനസ്സിൽ എന്തിനൊരു വെറുപ്പുണ്ടാക്കി വെക്കുന്നത്? ഭാവിയിൽ എന്തായിരിക്കും നടക്കുക? ആരുടെ തലയിൽ എന്ത് എഴുതി വെച്ചിരിക്കുന്നു ആർക്കറിയാം? എന്തിനാ ഇങ്ങനെ വീണ്ടും വീണ്ടും എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? എനിക്ക് ഒരു വഴി കാണിച്ചു തരൂ. എന്റെ ശത്രുക്കളെ കൺമുന്നിൽ കാണിച്ചു തരൂ. എനിക്ക് അവരോട് പ്രതികാരം ചെയ്യാനുള്ള ശക്തിയും തരൂ. എന്നോട് കരുണ കാണിക്കൂ ശിവനെ. എന്തിനാണ് എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? അങ്ങ് എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ ഭഗവാനെ? എന്തെങ്കിലും ഒന്ന് പറയൂ. പറയൂ, എന്റെ മാതാപിതാക്കൾ
അങ്ങയുടെ പരമഭക്തരായിരുന്നില്ലേ? അവരാർക്കും അന്യായം ചെയ്തവരല്ല. ഞാൻ, എന്റെ അച്ഛൻ, അമ്മ, ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നു. പക്ഷേ അങ്ങയെ പൂജിക്കാനാണ് ഈ ഭൂലോകത്ത് വന്നത്. അപ്പോഴാണ് അത്യാഗ്രഹികളായ ചില മനുഷ്യര് നാഗമാണിക്യം നേടുവാനായി എന്റെ അച്ഛനെയും അമ്മയും കൊന്ന് നാഗമാണിക്യം എടുത്തുകൊണ്ടു പോയത്. അത് വീണ്ടെടുക്കാൻ വേണ്ടി വന്ന എന്നെയും വധിക്കുവാൻ വേണ്ടി അവർ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ എന്നെ വധിക്കുന്നതിന് മുമ്പായിട്ട് അവർ ആരാണെന്ന് എനിക്ക് കാട്ടിത്തരൂ. അവരെ എന്റെ കൺമുന്നിലേക്ക് എത്തിച്ചു തരൂ. എന്റെ അമ്മ മരണപ്പെടുന്നതിന് മുമ്പ് എനിക്ക് കാട്ടിത്തന്ന മുഖങ്ങളിൽ ആരെങ്കിലുമൊക്കെ ആണോ അതെന്ന് എനിക്ക് എത്രയും വേഗം കാട്ടിത്തരൂ. അവരിൽ ആരാണ് എന്നെ ഇങ്ങനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നത്? പറയൂ ഭഗവാനെ, പറയൂ. എന്നെ ആരാണോ ഇങ്ങനെ കൊല്ലാൻ ശ്രമിക്കുന്നത് അവരെ കൊല്ലാതെ ഞാൻ പിൻവാങ്ങുകയില്ല. പറയൂ ഭഗവാനെ, പറയൂ നാഗദേവ, പറയൂ. എന്തു പറ്റി? പതിവില്ലാതെ എന്റെ പേരക്കുട്ടിക്ക് ഈ മുത്തശ്ശിയോട് ഇത്ര സ്നേഹം? അതെന്താന്ന് വെച്ചാ അനന്യെ ഞാൻ സ്നേഹിക്കുന്ന കാര്യം മുത്തശ്ശിയോട് പറഞ്ഞ് എങ്ങനെയെങ്കിലും കല്യാണത്തിനുള്ള പെർമിഷൻ വാങ്ങിയെടുക്കണ്ടേ. അതുകൊണ്ടാ ഇപ്പൊ എന്റെ ഈ പ്രിപ്പറേഷനൊക്കെ. എന്താടാ തന്നെത്താൻ ഇരുന്ന് പെറുപിറുക്കുന്നത്? കാര്യം എന്താന്ന് വെച്ചാ പറ. അത് പിന്നെ എന്താന്ന് വെച്ചാ ഒന്നുമില്ല. പേരക്കുട്ടിക്ക് മുത്തശ്ശിയുടെ കാല് തടവാൻ എന്തെങ്കിലും കാരണം വേണോ? എന്താണോ എനിക്കിന്ന് മുത്തശ്ശിയുടെ കാല് തിരുമാൻ തോന്നി, അതുകൊണ്ട് ഞാൻ കാല് തിരുമെന്ന് മുത്തശ്ശി. ഓഹോ, ഒരിക്കലും ഇല്ലാത്തതുപോലെ നീ എന്റെ കാല് തിരുമുന്നെങ്കിൽ അതിലെന്തെങ്കിലും കാര്യം കാണും. അതല്ലെങ്കിൽ എന്നോട് എന്തോ ചോദിക്കാനുള്ള ആപ്ലിക്കേഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇല്ല മുത്തശ്ശി, അങ്ങനെയൊന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ പോട്ടെ. പക്ഷേ നീ ഇന്ന് എവിടെയൊക്കെയോ കറങ്ങിയിട്ടാ വന്നിരിക്കുന്നേ. നാളെ മുതൽ നീ ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങരുത്. അയ്യോ, മുത്തശ്ശി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഇന്നല്ലേ ഞാൻ കഷ്ടപ്പെട്ട് അനന്യയുടെ അച്ഛന്റെ ഓഫീസിലെ ജോലിക്ക് ജോയിൻ ചെയ്തത്. ഈ സമയത്ത് എന്നോട് പുറത്തു പോകാൻ പാടില്ലെന്ന് പറഞ്ഞ നാളെ ഞാൻ ജോലിക്ക് പോയില്ലെങ്കിൽ അനന്യയുടെ അച്ഛൻ എന്നെ ഉറപ്പായിട്ടും തെറ്റിദ്ധരിക്കും. എന്താ ഇപ്പൊ ചെയ്യാ? എന്താടാ നീ ആലോചിക്കുന്നത്? അത് മുത്തശ്ശി, നാളെ എനിക്കൊരു നോക്ക്, നാളെ നിന്റെ ജന്മദിനമാ. എല്ലാ വർഷത്തെയും പോലെ നാളെ രാത്രി നിന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ടായിരിക്കും. അതുകൊണ്ട് നാളെ നീ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത്, മനസ്സിലായോ? മുത്തശ്ശി പ്ലീസ്, എന്നെ എങ്ങനെ വീടിനുള്ളിൽ പൂട്ടിയിടാൻ ശ്രമിക്കല്ലേ. ഞാൻ ചെറിയ കുട്ടിയൊന്നും അല്ല, എനിക്കൊന്നും സംഭവിക്കില്ല. നിനക്ക് കല്യാണം ആകുന്നതുവരെ നീ ഞങ്ങൾക്ക് കൊച്ചുകുട്ടി തന്നെയാ. ഇനി 1 മാസത്തിനുള്ളിൽ നിന്റെ കല്യാണം കൂടി കഴിഞ്ഞാൽ സമാധാനമായി. അതുവരെ ഞാൻ പറയുന്നത് കേക്ക്. ഞാൻ പറയുന്നത് നിന്റെ നല്ലതിനു വേണ്ടിയല്ലേ. മുത്തശ്ശി, നിങ്ങൾ പറയുന്നൊക്കെ ശരിയാ. എന്റെ കല്യാണം കഴിയുന്നവരെ നിങ്ങൾക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. എന്നാ എനിക്ക് അനന്യെ കെട്ടുന്നതുവരെ ഒരു സമാധാനവും കിട്ടില്ല. നാളെ ഇനി മുത്തശ്ശി എന്നെ എത്രയൊക്കെ തടയാൻ ശ്രമിച്ചാലും നാളെ ഞാൻ അനന്യെ കാണാൻ ഉറപ്പായും പോയിരിക്കും. ഞാൻ പറയുന്നത് മനസ്സിലായില്ലേ? നാളെ നീ എങ്ങോട്ടും പോകുന്നില്ല, കേട്ടല്ലോ? ശരി മുത്തശ്ശി, ഞാൻ ട്രൈ ചെയ്യാം. എന്താ ട്രൈ ചെയ്യാവുന്നോ? ഇല്ല മുത്തശ്ശി, ഞാൻ പോകുന്നില്ല. ലവ് യു, ഗുഡ് നൈറ്റ്. ഇതിനൊന്നും ഒരു കുറവുമില്ല. ഓഹോ, നമ്മുടെ ഹീറോയുടെ ബർത്ത്ഡേ ആണല്ലേ? അതെന്തായാലും നന്നായി. ഇതൊരു അവസരമായിട്ട് കണ്ട് അവൻ ജീവിതത്തിൽ മറക്കാത്തൊരു ഗിഫ്റ്റ് അവന് കൊടുക്കണം. ആ ഗിഫ്റ്റ് കാണുമ്പോ തന്നെ അർജുനനോട് ഐ ലവ് യു എന്ന് പറയണം. അങ്ങനെ എന്തെങ്കിലും കൊടുക്കണം. യെസ്. ഏട്ടാ, നമ്മളിത് എങ്ങോട്ടാ പോകുന്നേ?
ഇവിടെ ആരാ ഉള്ളത്? ഇവിടെ ആരുണ്ടെന്നൊക്കെ ഞാൻ പിന്നീട് പറയാം. അതിനു മുമ്പ് ഈ അനന്യ ഒരു സാധാരണപ്പെട്ടവളല്ല. നമ്മൾ സരോജത്തിനെ എങ്ങനെയൊക്കെ കൊല്ലാൻ നോക്കിയിട്ടും അത് നടന്നില്ല. അതിന് കാരണം ആ അനന്യ തന്നെ ആയിരിക്കും. സരോജത്തിനെ അനന്യയാണ് സംരക്ഷിക്കുന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. അനന്യ എങ്ങനെ രക്ഷിക്കാന്? എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല. അതല്ല രാജി, നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. സരോജത്തിന്റെ മുറിയിലിരുന്ന സ്വർണം നീയാണല്ലോ എടുത്ത് മുറി കൊണ്ടുവച്ചത്, സത്യമല്ലേ? അതേന്ന് എത്ര തവണ ഞാൻ ഏട്ടനോട് പറഞ്ഞതാ. വീണ്ടും എന്തിനാ അത് ചോദിക്കുന്നേ? അതാണ് ചോദ്യം. നമ്മുടെ മുറിയിലിരുന്ന സ്വർണം വീണ്ടും സരോജത്തിന്റെ മുറിയിൽ എങ്ങനെ എത്തി? അത് മാത്രമല്ല, നീ സ്വർണം വെച്ച പെട്ടിയില് ആ പാമ്പ് എങ്ങനെയാണ് കടന്നുകൂടിയത്? ഏട്ടാ, എനിക്കറിയില്ലെന്ന് നിങ്ങളോട് എത്ര തവണ പറയണം? വീണ്ടും വീണ്ടും അത് തന്നെ ഇങ്ങനെ ചോദിച്ചാൽ എങ്ങനെയാ? ഞാൻ നിന്നെ ചോദ്യം ചെയ്യല്ല, അതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്ന് അറിയാനാ ഇവിടെ വന്നിരിക്കുന്നേ. ഇവിടെ ഏതോ അപാര ശക്തിയുള്ള മന്ത്രവാദി ഉണ്ടത്രേ. ആരോ പറഞ്ഞു കേട്ടതാ. അദ്ദേഹത്തിന്റെ സഹായത്തോടെ എന്തെങ്കിലും ചെയ്ത് അനന്യയുടെ കഥ കഴിക്കാം. എന്താ? അതൊക്കെ നടക്കുന്ന കാര്യമാണോ? ആ, സാധ്യമാക്കാൻ വേണ്ടിയാ നമ്മളിവിടെ വന്നിരിക്കുന്നേ. നീ ഇങ്ങോട്ട് വന്നേ. ഏട്ടാ, നിങ്ങൾ പറഞ്ഞ മന്ത്രവാദി ഇയാള് തന്നെയാണോ? എനിക്ക് കണ്ടിട്ട് തന്നെ പേടിയാവുന്നു. ആ, മന്ത്രവാദികളെ കണ്ട ഭീകരന്മാരായിട്ട് തോന്നും. നീ ഭയപ്പെടണ്ട, സമാധാനമായിട്ടിരിക്കേ. നമസ്കാരം സ്വാമി. ആരാണ് നിങ്ങൾ? ഇവിടെ എന്തിനു വന്നു? പുറത്തു പോക. അനുഗ്രഹിക്കണം സ്വാമി. പൊയ്ക്കോളൂ. സാധാരണ ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ല. വേഗം പൊയ്ക്കോളൂ. അയ്യോ, അങ്ങനെ പറയല്ലേ സ്വാമി. സ്വാമിയെ വിശ്വസിച്ച ഇങ്ങോട്ട് വന്നേ. അങ്ങയെ കണ്ടാൽ സാക്ഷാൽ പരമേശ്വരന്റെ അവതാരമാണെന്നാ എന്നോട് ആരൊക്കെ പറഞ്ഞത്. ആ, അതുകൊണ്ടാ വളരെ ദൂരെ നിന്നും അങ്ങയെ തേടി വന്നത്. ദേവി ഏത് ഞങ്ങളോട് കരുണ കാണിക്കണം. ഇപ്പൊ അങ്ങാണ് ഞങ്ങളുടെ ദൈവം. ദൈവി ചെയ്ത് ഞങ്ങളെ കൈവിടരുത്. ജയ് മഹാകാല. പറഞ്ഞോളൂ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? അത് ഞങ്ങളുടെ വീട്ടിലെ ഏതോ ഒരുത്തി ഞങ്ങളുടെ വീട്ടിലൊരു പെണ്ണ് വന്ന് കയറിയിരിക്കുന്നു. അവള് വീട്ടിൽ വന്ന് കയറിയ ഉടൻ തന്നെ എന്റെ ജ്യേഷ്ഠന്റെ മകനെയും മരുമകളെയും എന്തോ ചെയ്ത് വശീകരിച്ചു. അവര് വെറും പാവങ്ങളാ, ആരെന്ത് പറഞ്ഞാലും വിശ്വസിക്കും. അവളുടെ പ്രവൃത്തി കണ്ടിട്ട് എന്റെ ജ്യേഷ്ഠന്റെ സ്വത്തുക്കൾ മുഴുവൻ കൈയടക്കുമോ എന്ന് സംശയമുണ്ട്. അതുകൊണ്ട് അവളെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ അങ്ങ് തന്നെ സഹായിക്കണം. നിങ്ങൾ പറയുന്നത് സത്യമാണോ? അതുകൊണ്ടല്ലേ ഇത്രയും ദൂരത്തുനിന്ന് ഞങ്ങൾ അങ്ങയുടെ അടുത്തേക്ക് വന്നത്. അതെ സ്വാമി, ഞങ്ങൾക്ക് ഞങ്ങളുടെ അനിയന്റെ ഭാവിയാണ് വലുത്. അതിനുവേണ്ടി അങ്ങ് ഞങ്ങളെ സഹായിക്കണം. ഇത്രയും ചെറിയൊരു കാര്യത്തിന് അങ്ങയുടെ അടുത്ത് വരേണ്ട കാര്യം ഞങ്ങൾക്കില്ല. പക്ഷേ ആ പെണ്ണ് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കുന്നു. അവൾക്ക് അത്യാഗ്രഹം കൂടുതലാ. അവളാണെങ്കിൽ ദൈവത്തെയും അങ്ങേ പോലുള്ള സ്വാമികളെയും കുറിച്ച് വെറുതെ അനാവശ്യങ്ങളൊക്കെ പറയും. അങ്ങാണിപ്പം ഞങ്ങളുടെ ദൈവം. സ്വാമി, അതിനുവേണ്ടിയെങ്കിലും അങ്ങ് ഞങ്ങളെ സഹായിക്കണം. അങ്ങാണ് ഞങ്ങളുടെ ദൈവം. എനിക്ക് എന്റെ ശത്രുക്കളെ കാണിച്ചു തരൂ. എന്തിനാ മൗനമായിരിക്കുന്നത്? എന്റെ പ്രാർത്ഥന അങ്ങ് കേൾക്കുന്നില്ലേ? അനന്യ എന്താ ഈ സമയത്ത് പൂജാമുറിയിലിരിക്കുന്നേ? ഇന്ന് ഏതെങ്കിലും വിശേഷ ദിവസമാണോ?
എന്റെ അറിവില് പ്രത്യേകിച്ച് ഒരു വിശേഷവും ഇന്നില്ലല്ലോ. പിന്നെ എന്തിനാ ഇപ്പൊ ഇവിടെ ധ്യാനിച്ചിരിക്കുന്നേ? അനന്യ, ഈ സമയത്ത് എന്തിനാ മോളെ ധ്യാനിക്കുന്നത്? ഇന്നതിന് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ലല്ലോ. അതോ എനിക്കറിയാത്ത ഏതെങ്കിലും വിശേഷ ദിവസം വല്ലതും ആണോ ഇന്ന്? സരോജ, ഞാൻ ആ ടേബിളിൽ വെച്ച ഫയൽ കാണുന്നില്ല. ആ ഏട്ടാ, ദേ വരുന്നു. Happy birthday to you, happy birthday to you, happy birthday to my dear Arjun, happy birthday to you. എടി പൊട്ടി, എന്റെ ബർത്ത്ഡേ ഇന്നൊന്നും അല്ല, നാളെയാ. അത് എനിക്കും അറിയാം, മുത്തശ്ശി പറഞ്ഞത് ഞാൻ കേട്ടു. പിന്നെന്തിനാ നീ ഇപ്പൊ വിഷ് ചെയ്തേ? എനിക്കൊരാഗ്രഹം, എന്റെ അർജുന് ഞാൻ തന്നെ ആദ്യം വിഷ് ചെയ്യണമെന്ന്. ശരി, നീ വിഷ് ചെയ്ത് കഴിഞ്ഞല്ലോ അല്ലേ? ഇനി നാളെ എനിക്ക് എന്താ ഗിഫ്റ്റ് തരുന്നെന്ന് പറയും. നിനക്ക് ഞാൻ എന്നെ തന്നെ ഗിഫ്റ്റ് ആയിട്ട് തരാന്നാ കരുതുന്നേ. ഈ ഗിഫ്റ്റ് മതിയോ നിനക്ക്, അതോ വേറെന്തെങ്കിലും വേണോ? താങ്ക്സ്, എനിക്ക് ഇത്രയ്ക്കും കോസ്റ്റ്ലി ഗിഫ്റ്റ് ഒന്നും വേണ്ട. അതെന്താ? ഞാൻ സുന്ദരിയല്ലേ? സുന്ദരിയൊക്കെയാണ്, പക്ഷെ എനിക്ക് ഈ ഗിഫ്റ്റ് വേണ്ട, വേറെന്തെങ്കിലും തന്നാ മതി. ശരി വിട്, നിനക്ക് എന്താ ഇഷ്ടമെന്ന് പറ, അത് ഞാൻ വാങ്ങിത്തരാം. എത്ര കോസ്റ്റ്ലി ആയാലും കുഴപ്പമില്ല. നാളെ അനന്യ എന്റെ മുന്നിൽ വന്നു നിന്ന് എന്നോട് ഐ ലവ് യു പറഞ്ഞു കഴിഞ്ഞാ അതിനേക്കാളും വലിയ ഗിഫ്റ്റ് ഒന്നും എനിക്ക് കിട്ടാനേ ഇല്ല. അർജുൻ, നീ എന്തായി ആലോചിച്ചോണ്ടിരിക്കുന്നേ? നിനക്ക് എന്താ ഇഷ്ടമെന്ന് പറ. എന്റെ ഇഷ്ടം എന്താണെന്ന് തനിക്ക് അറിയില്ല, അതെന്താണെന്ന് സങ്കല്പിക്കാൻ പോലും കഴിയേയില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടത് തനിക്ക് ഒരിക്കലും തരാനാവില്ല. അത് മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടവർക്ക് അറിയാനാകൂ എന്ത് തരണമെന്നും എന്ത് തരാൻ പാടില്ല എന്നും. എന്താ സാറിന്റെ കുതിര ട്രാക്ക് വിട്ട് വേറെ എങ്ങോട്ടോ പോകുന്ന പോലെ ഉണ്ടല്ലോ? എന്താ കാര്യം? വേറെ ആരെങ്കിലും ഉണ്ടോ നിന്റെ മനസ്സില്? ഉണ്ടല്ലോ, ഉറപ്പായിട്ടും ഉണ്ട്. അതാരാണെന്ന് തനിക്ക് അറിയണോ അല്ലേ? വേണം, എനിക്കിപ്പൊ തന്നെ അറിയണം. അതാരാന്ന് പറ. അങ്ങോട്ട് നോക്ക്, അവിടെ ഒരു മാറ്റ് കാണുന്നില്ലേ? അവിടെ പോയി നിക്ക്, അപ്പം മനസ്സിലാവും അതാരാണെന്ന്. അങ്ങനെയാണോ? ഗുഡ് നൈറ്റ് മയൂരി. എന്റെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ കള്ളം പറഞ്ഞ് കളിയാക്കുവാണോ? നീ എത്ര വേണോ അവോയ്ഡ് ചെയ്തോ, ഒരു ദിവസം നീ എന്റേതായേ പറ്റൂ. ഉറപ്പായിട്ടും നിന്നെ ഞാൻ എന്റെ സ്വന്തം ആക്കിയിരിക്കും. ജയ് മഹാകാല, ജയ് മഹാകാല. ഈ ചന്ദനത്തിരികൾ എടുത്തുകൊള്ളൂ. ഇത് കൊണ്ടുപോയി നിങ്ങളുടെ ശത്രു ഉള്ളടുത്ത് കത്തിച്ചു വെക്കൂ. ഈ പുക നിങ്ങളുടെ ശത്രുവിന്റെ ദേഹത്തേറ്റാൽ നിങ്ങളുടെ ശത്രു സ്വയം ആ വീട് വിട്ടു പോകാമെന്ന് പറയും. സ്വാമി, എനിക്കൊരു സംശയമുണ്ട്. എന്താണ് നിങ്ങളുടെ സംശയം? അത് ഞങ്ങൾ ഇത് കത്തിക്കുന്ന സമയത്ത് ഞങ്ങളുടെ മേലിൽ പുക തട്ടിയാൽ ഞങ്ങൾക്കൊന്നും പറ്റില്ല സ്വാമി. ഭയപ്പെടേണ്ട കാര്യമില്ല, അതിനും ഒരു പരിഹാരം ഞാൻ തരാം. ജയ് മഹാകാല. ഇതെടുത്തുകൊള്ളൂ, ഇത് നിങ്ങളുടെ രക്ഷയ്ക്കാണ്. ചുവപ്പ് തുണി ചുറ്റിയ ചന്ദനത്തിരി കത്തിക്കുന്നതിന് മുമ്പായി ഈ തിരി ആദ്യം കത്തിച്ചു വെക്കണം. ചുവപ്പ് തുണിയിൽ പൊതിഞ്ഞ തിരിയുടെ പുക നിങ്ങളുടെ ദേഹത്ത് തട്ടിയാലും ഇതിന്റെ പുക നിങ്ങളെ സംരക്ഷിക്കും. ശരി സ്വാമി, അങ്ങ് ചെയ്തത് വലിയ ഉപകാരമാണ്. സ്വാമി, അവള് വളരെ ശക്തിയുള്ളവളാ. ഇതുകൊണ്ട് അവളെ അടക്കാൻ പറ്റുമോ? മൂഢ,
ദിവസവും പൂജാമുറിയിൽ കത്തിക്കുന്ന തിരിയാണെന്ന് വിചാരിച്ചോ ഇത്? അല്ല, നിങ്ങൾ കരുതുന്നത് പോലെ ഇതൊരു സാധാരണ ചന്ദനത്തിരിയല്ല. ശക്തിയുള്ള മന്ത്രങ്ങൾ കൊണ്ട് മന്ത്രിച്ച തിരിയാണിത്. അങ്ങനെയാണെങ്കിൽ ഇതുകൊണ്ട് ഫലം കിട്ടുമെന്നാ പറയുന്നേ? എന്താന്ന് വെച്ചാൽ ഇതിനു മുമ്പ് അവളെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചു, അതൊന്നും നടന്നില്ല. അതുകൊണ്ടാ വീണ്ടും അങ്ങനെ തന്നെ സംഭവിക്കാൻ പാടില്ലല്ലോ. ജയ് മഹാകാല! മൂഢ, നീ എന്റെ മന്ത്രശക്തിയെ സംശയിക്കുന്നോ? ദേഷ്യപ്പെടരുത് സ്വാമി, അങ്ങയുടെ കഴിവിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. പക്ഷെ പെണ്ണിനെ ഞങ്ങൾക്ക് പേടി. സ്വാമിയുടെ ശക്തിക്കും അവളെ അടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ? അതെ, നിങ്ങളൊരു ഭർത്താവാണോ? നിങ്ങളൊക്കെ ഒരു ഭർത്താവാണോന്ന്? നിങ്ങളൊരു ശാപമാ. നിങ്ങളോടൊപ്പം ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല. എനിക്ക് ഉടനെ ഡിവോഴ്സ് വേണം. നീ എന്താണ് ഈ പറയുന്നേ? നിന്റെ കൂടെ ജീവിക്കാൻ എനിക്കും താല്പര്യമില്ല. ഞാൻ തന്നെ തരാം, നീ പൊയ്ക്കോ. നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ തുറിച്ചു നോക്കുന്നത്? നിങ്ങളുടെ മുഖം കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. ആദ്യം നിങ്ങൾ ഇവിടുന്ന് പോകാൻ നോക്കൂ. മതി, നിങ്ങളുടെ വഴക്ക് നിർത്തൂ. സ്വാമിക്ക് ഇയാളെ പറ്റി ഒന്നും അറിയില്ല. ഇയാൾ ഒരു സ്വാമി, എന്താ സംഭവിച്ചേ? ഞങ്ങൾ എന്തൊക്കെയാ ചെയ്തേ? ഇത് മരണശക്തി കൊണ്ട് രൂപപ്പെടുത്തിയതാണ്. ഇത് കത്തിച്ചാൽ വീട്ടിൽ നടക്കാൻ പാടില്ലാത്തത് നടക്കും. ഇതിന്റെ ശക്തി അവസാനിപ്പിക്കണമെങ്കിൽ വീണ്ടും ഞാൻ തന്നെ വരേണ്ടി വരും. ലോകത്ത് മറ്റാരെ കൊണ്ടും അതിന് സാധിക്കില്ല. അങ്ങനെ ആയിക്കോട്ടെ സ്വാമി. സ്വാമിയോട് എങ്ങനെ നന്ദി പറയണമെന്ന് ഞങ്ങൾക്കറിയില്ല. അതുകൊണ്ട് ഇതൊരു ചെറിയ കാണിക്കയാണ്. ദയവായി ഇത് സ്വീകരിച്ചാലും. പണം തരുന്നോടാ, അതും എനിക്ക്. പണത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്ന ആളാണെങ്കിൽ എനിക്ക് ഈ കാട്ടിൽ വന്ന് വസിക്കേണ്ട കാര്യമില്ല. ഞാൻ ഇതൊക്കെ ചെയ്തു തന്നത് ഇത്രയും ദൂരം എന്നെ വിശ്വസിച്ച് നിങ്ങൾ വന്ന ആ ഒരൊറ്റ കാരണം ഒന്നുകൊണ്ട് മാത്രമാണ്. സ്വാമി, അങ്ങേ അപമാനിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടല്ല. ചെറിയൊരു ഗുരുദക്ഷിണ. വേണ്ട, നിങ്ങൾ വന്ന കാര്യം കഴിഞ്ഞില്ലേ? പൊയ്ക്കോളൂ. ജയ് മഹാകാല! നിനക്ക് എന്താ വേണ്ടേ? അമ്മേ, എനിക്കൊരു ഇൻഫോർമേഷൻ വേണം. ഇൻഫർമേഷനോ? എന്താ? നാളെ അർജുന്റെ ബർത്ത്ഡേ അല്ലേ? അതെ, നാളെ അർജുന്റെ ബർത്ത്ഡേയാ. അതുകൊണ്ടാ നാളെ രാത്രി ഇവിടെ പാർട്ടി വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാ അർജുന് നാളെ എന്തെങ്കിലും സ്പെഷ്യൽ ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കണമെന്ന് വിചാരിച്ചത്. പക്ഷെ അർജുൻ എന്താ ഇഷ്ടാവൂന്ന് എനിക്കറിയില്ലല്ലോ. ഫുൾ കൺഫ്യൂഷൻ ആയിരിക്കാം. അവൻ എന്താ ഇഷ്ടാവൂന്ന് പറഞ്ഞാ അത് ഞാൻ വാങ്ങിക്കൊടുക്കാം. മൊത്തത്തില് ഞാൻ കൊടുക്കുന്ന ഗിഫ്റ്റ് കൊണ്ട് അവൻ ഫുൾ ഹാപ്പി ആയിരിക്കണം, അത്രേ ഉള്ളൂ. സത്യം പറയട്ടെ മയൂരി, ഈ അടുത്ത കാലമായി അർജുന് എന്തിഷ്ടപ്പെടും എന്തിഷ്ടപ്പെടില്ല എന്നൊക്കെ ഒരമ്മയായി എനിക്ക് പോലും അറിയില്ല. അവന്റെ സ്വഭാവമേ മാറിപ്പോയി. അമ്മേ പ്ലീസ് ഒന്ന് ആലോചിച്ചിട്ട് പറ. പ്ലീസ് അമ്മേ, ഒന്ന് നന്നായിട്ട് ആലോചിക്കാം.